ചേച്ചി ആരത് ചെയ്തത്? ചോദിച്ച കേട്ടില്ലേ ആരത് ചെയ്തതെന്ന്? മീനാക്ഷിയുടെ കൈ തട്ടിയിട്ട് വിളക്ക് താഴെ വീണ് തീ പിടിച്ചതാ. എന്റെ മക്കളെ എല്ലാം കൊലയ്ക്ക് കൊടുത്ത് നീ അടങ്ങുമല്ലേ? മിണ്ടരുത് നീ. ശാപകാലത്ത് വന്നു പിറന്ന നാശം പിടിച്ച സന്തതി. രാജലക്ഷ്മി, നീ സൂക്ഷിച്ച് സംസാരിക്കണം. കൂടം കൊണ്ടടിക്കുന്ന പോലെ നിന്റെ വാക്കുകൾ വന്നലയ്ക്കുന്നത് പലരുടെയും ഹൃദയത്തിലേക്കാ. ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും എന്റെ പൊന്നു മകള അമ്മ ഈ നിൽക്കുന്ന എന്റെ ജയേട്ടൻ എനിക്ക് തന്നിട്ട് പോയ എന്റെ നിധി. അമ്മേ, ഇതെല്ലാം കുറെ കടന്നു പോവുക. അമ്മയെ പോലെ ഒരു വലിയ മനസ്സിന്റെ ഉടമയിൽ നിന്നും ഇത്തരം പ്രവൃത്തികൾ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല. നഷ്ടപ്പെട്ടതൊക്കെ എനിക്കാണടാ. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന നിനക്കൊന്നും മനസ്സിലാവില്ല. മറ്റുള്ളവർക്കാർക്കും വേദനയില്ലായിരിക്കും. മനസ്സിന്റെ സമനില തകരാറായി നിൽക്കുകയാണ്. കൂടുതൽ സംസാരിക്കുന്ന അവസരം ഒരുക്കരുത്. പറയുന്നൊന്നും പിന്നെ തിരിച്ചെടുക്കാനാവില്ല. ദൈവിക കാര്യങ്ങളെല്ലാം ഞാൻ നിന്നെയല്ലേ ഏൽപ്പിച്ചിരുന്നത്? അല്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടവളുമാരെ ഏൽപ്പിക്കാൻ നിന്നോട് ആരാടി പറഞ്ഞത്? അമ്മേ, അത് ചോദിച്ചത് കേട്ടില്ലടി. അത് മീനാക്ഷിയല്ലേ എന്നും ചെയ്യുന്നത്. ഞാൻ കാർത്തിക് മോന്റെ പരിക്കേറ്റ കാര്യം കണ്ടു നിന്നുപോയതാ. ദൈവമേ, കാർത്തിക് മോന് പരിക്കേറ്റുന്നോ? എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ ഈ കേൾക്കുന്നേ? അമ്മേ, സാവിത്രി, എന്താ ഉണ്ടായത്? പറ ചേച്ചി. ഇതെന്താ ആരും ഒന്നും പറയാത്തത്?